എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഉഗാണ്ടയിൽ മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന കരിയടുപ്പ്, ചാർക്കോൾ കൊണ്ട് കത്തിക്കുന്ന കരിയടുപ്പാണ്. അപ്പോൾ ഇത് മണ്ണ് കൊണ്ടുള്ള ഒരടുപ്പാണ്. ഇത് നന്നായിട്ട് ചൂട് നിൽക്കും. ഇവിടെ അരിയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അരി ഇവിടെ കൊണ്ടുവന്നാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ അടുപ്പ് നല്ലതാണ്. അത് എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് ഇവനാകുമ്പോൾ നന്നായിട്ട് കത്തിച്ചെടുക്കും, ഓമ. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചത് ഇതെങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ അവിടെ കുത്തിയിരുന്ന് കാണിക്കുകയാണ്. ഇതിങ്ങനെ കത്തിച്ചിട്ട് ഇതിനകത്തൂടെ ചാരം പുറത്ത് വരും. ഇതിൻ്റെ ചാരം ഇങ്ങനെ അടിയിലേക്ക് വീഴും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒട്ടും തന്നെ സ്മോക്കൊന്നും വരികയല്ല. നമുക്ക് സ്റ്റൂളൊക്കെ ഇട്ട് ഇതിൻ്റെ സൈഡിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഭയങ്കര ചൂടാണ്. അപ്പം ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇതാണ് ഉപയോഗിക്കുന്നത് സാധാരണക്കാർ. അപ്പോൾ ഇതിൻ്റെ കരി ഉണ്ടാക്കുന്നതാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിക്കകത്ത് തന്നെ കുറേ മരങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു ഓരോരോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ഇവർ ഇത് കരി ഉണ്ടാക്കുകയാണ്. ഈ കാണുന്നത് മുഴുക്കെ ഇവിടെ അങ്ങേയറ്റം വരെ നീളത്തിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഈ തടികളെല്ലാം അടുക്കി വെക്കുകയാണ്. അത് ഇവിടുത്തെ ജോലിക്കാർ തന്നെയാണ് ചെയ്യുന്നത്. പാഴ്ത്തടികളാണ്. ഇവിടെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം കാറ്റൊക്കെ അടിച്ച് കുറേയൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യും. അന്നേരത്തേക്കും ഇതിങ്ങനെ ഇവർ നിരത്തി വെക്കും. ഇതെല്ലാം ഫുള്ള് തടികളാണ്. ആ തടി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അപ്പം ഞാനതൊന്ന് കാണാൻ പോയത്, അതിലൊന്നും നടക്കാൻ ഒക്കത്തില്ല. അപ്പം ഈ ബോസ്കോയാണ് ഇത് ലോണ്ട്രിയൊക്കെ ചെയ്യുന്നത്. ബോസ്കോയാണ്. അവൻ എന്നെ പിടിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇവരിതുപോലെ പുല്ല്, അതായത് പോച്ചയൊക്കെ അല്ലേ, അതെല്ലാം ഇട്ടിങ്ങനെ കവർ ചെയ്യും. ചെടികളും പിന്നെ ശിഖരങ്ങളൊക്കെ വെട്ടിയതും എളുപ്പം തീ പിടിക്കാൻ പാകത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഇവരിത് കവർ ചെയ്യും. കവർ ചെയ്യുമെന്ന് വെച്ചാൽ ഫുള്ള് കവർ ചെയ്തിടും. അപ്പോൾ ഈ തടിയുടെ പുറത്താണിത്. അതിൻ്റെ പുറത്തേക്ക് ഇവർ മണ്ണ്, സൈഡിൽ നിന്നൊക്കെ മണ്ണ് വെട്ടി ഇടും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹോൾ ഉണ്ടാക്കിയിടും. അത് എയർ വെളിയിലേക്ക് പോകാനായിട്ട്. ഇതിപ്പം നിറച്ചും മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫയർ മൗത്ത് എന്നും പറഞ്ഞ് ഇവർ കുറച്ച് സ്ഥലം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനകത്താണ് ഇവർ തീ കൊടുക്കുന്നത്. അതിങ്ങനെ കുറേ കത്തി അകത്തേക്ക് പോയി തീ തടിയിലൊക്കെ പിടിക്കാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇവർ ഈ ഫയർ മൗത്ത് അടയ്ക്കും. അതും ഇതുപോലെ മണ്ണ് കോരിയിട്ട് അടച്ച് അത് ഫില്ല് ചെയ്യും. അപ്പോൾ ഇവർക്കറിയാം ഇത് എത്ര ദിവസം കഴിയുമ്പോഴാണ് ഇത് എടുക്കേണ്ടതെന്നൊക്കെ. ഓരോ സ്ഥലങ്ങളിലേക്കും പുക വരുന്ന ഇടമനുസരിച്ച് അവർക്കറിയാം എവിടെയൊക്കെ തീ കത്തി, എവിടെ എത്ര ദിവസം കഴിയണം, ഇതൊക്കെ കറക്റ്റായിട്ട് ഇവർക്കറിയാം. അപ്പോൾ ഇത് പല ദിവസങ്ങളായിട്ടാണ് കേട്ടോ. ഇത് ഏകദേശം 1 മാസത്തോളം എടുക്കും. ഇതെല്ലാം ഒന്നാക്കി കരിയാക്കി എടുത്ത് കൊണ്ടുവരണമെങ്കിൽ 1 മാസത്തോളം ആകും. അപ്പോൾ ഇവരിതെല്ലാം മണ്ണിട്ട് മൂടും. മണ്ണിട്ട് മൂടി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇത് കത്തി അങ്ങേയറ്റം കഴിയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തേക്കാണ് ഇവർ ഇത് പൊട്ടിക്കുന്നത്. ഇത് പൊട്ടിച്ച് ഇതിങ്ങനെ മണ്ണ് കോരിയിടുന്നത് ഈ ഫയർ മൗത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർ മണ്ണ് വെട്ടിയിടുകയാണ് അങ്ങോട്ട്. മണ്ണ് വെട്ടിയിട്ട് അതെല്ലാം മൂടി റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവരിത് വിട്ടേക്കും. അപ്പോൾ ഇതിൻ്റെ സ്മോക്ക് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നുള്ളത് കണ്ടിട്ടാണ് ഇവർ എവിടെയാണ് ഫയർ നന്നായിട്ടില്ലാത്തത് അതൊക്കെ ഇവർക്ക് അറിയാം. കാരണം ഇവരിത് ഉപയോഗിക്കുന്നവരല്ല. ഇത് ഇവിടുത്തെ ഒരു ബിസിനസ്സും കൂടെയാണ്. വില്ലേജുകളിൽ നിന്നൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് വലിയ വലിയ ബാഗുകളിലാക്കിയിട്ട് റോഡ് സൈഡിൽ കൊണ്ടുവച്ച് വിൽക്കും. ഇവിടെ തന്നെയാണേലും ഗുജറാത്ത് ഫാമിലീസ് ഉണ്ട്. അവരൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ ഈ ചാർക്കോൾ കൊണ്ട് സ്റ്റൗവിൽ വെച്ചിട്ടാണ്. സെഗ്രി എന്നാണ് പറയുന്നത്. സെഗ്രിയിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം ചപ്പാത്തി ഭയങ്കര ടേസ്റ്റാണ്. അതല്ലേലും അവരുടെ ചപ്പാത്തി അങ്ങനെ ഇവർ കനലിൽ വെച്ചാണല്ലോ ചുട്ടെടുക്കുന്നത്. അതുപോലെ കനലിൽ വെച്ച് ഒരുപാട് സാധനങ്ങൾ ഇവർ ചുട്ടെടുക്കും. നല്ല ടേസ്റ്റാണ് അതിനൊക്കെ. അപ്പോൾ ഇത് ഫുള്ള് ഇവർ മണ്ണിട്ട് മൂടി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ വിട്ടേക്കും കുറച്ച് ദിവസം. ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഫുള്ളായിട്ടൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇതെന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നൊന്നും ഞാൻ അത്ര കണ്ടിട്ടില്ല.
അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്തിരിക്കുക. അവിടെ ഇവിടെ നല്ല പുല്ലും മണ്ണും ഒക്കെ കൂടെ ചേർത്ത് ഇവർ കവർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കവർ ചെയ്തിട്ടിരുന്നതിൻ്റെ ചുറ്റും നടന്ന് ഞാൻ എടുത്തത് എത്രത്തോളം ഉണ്ടെന്നറിയാനായിട്ട്. അപ്പോൾ അത്ര സ്ഥലവും ഇവർ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ഇവരിത് പൊട്ടിക്കുമ്പോഴത്തേക്കും ഇവർക്ക് അറിയാമല്ലോ, അന്നേരം ആ ഒരു സമയം വരുമ്പോൾ ഇവരിത് പൊട്ടിച്ചെടുത്ത് അതിൽ നിന്ന് ഈ ചാർക്കോൾ മാറ്റിയെടുക്കുന്നത് ഒരു വലിയ ജോലി തന്നെയാണ്. കാരണം ഇത് മണ്ണും കല്ലും ഒക്കെ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ചാർക്കോൾ പൊക്കിയെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ ജോലി തന്നെയാണ്. പക്ഷേ ഇതിന് നല്ല വിലയാണ്. ഇവിടെ വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇത് കൊണ്ടുവന്ന ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്, അത് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാക്കിയെടുക്കാത്ത സമയങ്ങളിൽ പുറത്തുനിന്ന് ഇവിടെ ബാബിമാരൊക്കെ വാങ്ങിക്കാറുണ്ട്. അതിന് ശേഷം ഇവരിത് പൊട്ടിച്ചിട്ട് ഇവരിതുപോലെ ഒരു തടി സൈഡിൽ വെച്ചിട്ട് ആ തടിയിൽ ചവിട്ടി നിന്നാണ് ഇത് പൊട്ടിച്ചെടുക്കുന്നത്. ഓരോ അപ്പോൾ തീയല്ലേ, അത് കാരണം ഒരു എവിടെയെങ്കിലും ഒരു സൈഡിൽ നല്ല കട്ടിയുള്ളത് തീ പിടിക്കാത്ത സൈസ് മരങ്ങളുണ്ട്, അത് ഇവർക്കറിയാം. അപ്പോൾ അങ്ങനെ ആ മരങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇവരിതിങ്ങനെ എടുക്കുന്നത്. അടുത്തങ്ങ് നിൽക്കാതെ ഞാൻ കുറേ ദൂരം നിന്നാണ് ഇത് വീഡിയോ എടുത്തതൊക്കെ. ഇത് തുടക്കത്തിലായതുകൊണ്ട് ആദ്യത്തെ ഭാഗമായതുകൊണ്ട് ഒരുപാട് വലുതായിട്ടുള്ളത് ചാർക്കോൾ കിട്ടിയിട്ടില്ല. കുറച്ച് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വലിയ തടികളൊക്കെ ഉള്ളത്. ഇതാ ഫയർ മൗത്തിൻ്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് അത്ര നീറ്റായിട്ട് കിട്ടിയിട്ടില്ല. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വലിയ കഷ്ണങ്ങളായിട്ട് വരും. അപ്പം നല്ല കളറുമാണ് ഇതിന് കാണാനെ കൊണ്ട്. അപ്പോൾ ഇതുപോലെ ഇവർ ഭയങ്കര സ്പീഡിലാണ് പൊട്ടിച്ചെടുക്കുന്നത്. പെട്ടെന്ന് പൊട്ടിച്ചെടുത്തിട്ട് കുറച്ചിങ്ങ് മാറും. അപ്പം ഇവർ വെള്ളമൊക്കെ തളിച്ച് ഇങ്ങനെ പറക്കിയെടുത്ത് മാറ്റി വെക്കും. ഈ കരി ഉപയോഗിച്ച് ഇവർ പാചകം ചെയ്യുന്നതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നിറച്ചിട്ട് പിന്നെ ആദ്യം ഇത് നിറച്ച് ഒരു ദിവസം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവനിത് നിറച്ച് തീ കത്തിച്ച് ഇതിൽ മീൻ വറക്കുന്നതാണ്. അത് ആ പെൺകുട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് അറിയാം. അപ്പം ഇതാണ് ചാർക്കോൾ ഉഗാണ്ടയിൽ സാധാരണക്കാരുടെ. അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ അവരുടെ ഭക്ഷണമെല്ലാം ഇത് തന്നെ ഇങ്ങനെ ചൂടോടെ ഇരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കും, പെട്ടെന്ന് കഴിക്കും. അതാണ് ഇവരുടെ രീതി. ഉണ്ടാക്കി നമ്മുടെ കൂട്ടൊന്നും വെച്ചേക്കൊന്നുമില്ല. ഇപ്പോഴത്തേക്ക് വേണം ഇപ്പോൾ ചെയ്യും, ഉടനെ തന്നെ ചൂടോടെ കഴിക്കും. അത് ഈ സെഗരിയിലാകുമ്പോൾ ഇതിങ്ങനെ ചെറിയ ചൂടോടെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് എന്ത് സാധനം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇത് കപ്പ, ചേമ്പ്, കാച്ചിൽ അതൊക്കെ ഇവരിങ്ങനെ ചുട്ടെടുക്കും ഈ കനലിൻ്റെ മേളിൽ വെച്ചിട്ട്. അതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഒരുപാടൊന്നും അങ്ങനെ വിശദമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. എന്നാലും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അവരോട് ചോദിച്ച് പഠിച്ചിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് കൃത്യമായിട്ട് ഞാൻ അവിടെ പോയി നിന്നൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇതൊന്ന് കാണാൻ പോകണമെന്ന് വിചാരിച്ചങ്ങനെ പോയതേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക, സുഖമായിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.